പാട്ടിന്റെ പാൽനിലാവ് മാഞ്ഞു. SP വെങ്കടേഷിന് കണ്ണീരോടെ അന്ത്യാഞ്ജലി. സംഗീത സംവിധായകൻ SP വെങ്കടേഷിന് ചലച്ചിത്ര ലോകത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ചെന്നൈ പോരൂരിലെ വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. ആലപ്പാക്കത്തുള്ള വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംസ്കാരം. സിനിമാ സംഗീത ലോകത്തെ പ്രമുഖരും നിരവധി ആസ്വാദകരും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നടൻ ജയറാം, ഗായകരായ സുജാത, ബിജു നാരായണൻ, സംഗീത സംവിധായകൻ ശരത്ത്, സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ എന്നിവർ വീട്ടിലെത്തി ആദരം അറിയിച്ചു. എന്നാൽ കേരള സർക്കാരിന്റെ പ്രതിനിധികൾ ആരും വീട്ടിലോ ശ്മശാനത്തിലോ എത്തിയിരുന്നില്ല. 1980കളിലും 90കളിലുമായി മലയാളത്തിൽ 500ഓളം ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ വെങ്കടേഷിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ കയറി പിടിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോട് മോശമായി പെരുമാറിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. റാന്നി ഡിവിഷൻ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. അശോകനെയാണ് ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം നേര്യമംഗലം സ്വദേശിയാണ് അനിൽ. ഇന്ന് രാവിലെയാണ് അശോകനെതിരെ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരാതി നൽകിയത്. പിന്നാലെ ഉച്ചയോടെ പോലീസ് അശോകനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയെ അശോക് കടന്നുപിടിച്ചെന്നാണ് പരാതി. വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതി ആദ്യം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയെന്ന ആക്ഷേപമുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥയും ഭർത്താവും പരാതിയിൽ നിന്നും പിന്മാറില്ലെന്ന കടുത്ത നിലപാടെടുത്തു. തുടർന്നാണ് പോലീസ് അശോകനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മോശം പെരുമാറ്റം എന്നിവയ്ക്ക് പുറമെ മറ്റു വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ ചുമത്തുമെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ആക്ഷേപങ്ങളെ തുടർന്ന് വകുപ്പുതല നടപടി നേരിട്ടാണ് അശോക് കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയത്. മഞ്ചേശ്വരം ഇരട്ടക്കൊലപാതകത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കുടുംബവഴക്കിനിടെയുണ്ടായ ഇരട്ടക്കൊലപാതകത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഹൃദയധമനിയിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ജുമൈലയുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ബന്ധു ഷെയ്ഖ് അബയുടെ മരണത്തിന് കാരണം വലതു തുടയിൽ ആഴത്തിലുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോയതും തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണ്. കൊലപാതകം നടത്തിയ ജുമൈലയുടെ പിതാവ് ഉമർ ഫറൂഖിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. പ്രതി പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഭാര്യയെയും മകളെയും സ്വത്ത് നഷ്ടപ്പെടുമെന്ന തോന്നലാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ആക്രമണം നടത്താൻ മുൻകൂട്ടി തീരുമാനിച്ചതായി പോലീസിന് സൂചനയുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനറേറ്റർ റൂമിന് സമീപം തീപിടുത്തം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. രോഗികളെ പുറത്തിറക്കിയാണ് തീ നിയന്ത്രിച്ചത്. മെഡിക്കൽ കോളേജിലെ ഫെസിലിറ്റി മെയിന്റനൻസ് വിഭാഗം സമയബന്ധിതമായി ഇടപെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഡീസൽ ടാങ്കിലേക്ക് തീ പിടിക്കാത്തതിനാൽ സ്ഫോടനം ഒഴിവായി. നിലവിൽ ജനറേറ്റർ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. ഇന്ന് വൈദ്യുതി മുടങ്ങിയതിനാൽ മുഴുവൻ സമയവും ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. തീപിടിക്കൽ കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. ശബരിമല നെയ്ക്കൊള്ളയിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാർ പോറ്റിയാണ് അറസ്റ്റിലായത്. വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. കേസിലെ 13ാം പ്രതിയാണ് സുനിൽകുമാർ പോറ്റി. ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം ആകെ 33 പേരാണ് കേസിലുള്ളത്. സുനിൽകുമാർ പോറ്റിയെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ആടിയ ശിഷ്ടം നെയ് വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്നു സുനിൽകുമാർ പോറ്റി. പത്തനംതിട്ട വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. സുകുമാരൻ നായരെ തള്ളിപ്പറയില്ലെന്ന് തുഷാർ. NSS SNDP ഐക്യമുണ്ടാകുമെന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി. സുകുമാരൻ നായരെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ തുഷാർ NSSുമായി ചർച്ച നടത്തുമെന്നും പറഞ്ഞു. തന്റെ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന ആളാണ് സുകുമാരൻ നായർ. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നും NSS വാതിൽ അടച്ചെന്ന് SNDP വിശ്വസിക്കുന്നില്ലെന്നും തുഷാർ കൂട്ടിച്ചേർത്തു. മറ്റ് സമുദായ സംഘടനകളുമായുള്ള സഹകരണ ചർച്ച 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചുരിദാർ ധരിച്ചെത്തിയ പ്രധാനാധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. പിന്നാലെ പ്രധാനാധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് എത്തിയപ്പോഴാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. എന്ത് വസ്ത്രമിട്ടും സ്കൂളിൽ വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ല എന്നുമാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ സ്ഫോടക വസ്തുവിന് മുകളിലൂടെ കയറി ഇറങ്ങി അപകടം.
ഒറ്റപ്പാലം തൃക്കോട് വിവേകാനന്ദ ചാത്തൻപറമ്പ് റോഡിൽ ഇന്ന് രാവിലെ 9:30 സംഭവം. മനുശ്ശേരി UP സ്കൂളിലെ കുട്ടികളുമായി പോയ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഓട്ടോയുടെ ചക്രത്തിന് സമീപമുള്ള ഭാഗം തകർന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലുണ്ടായിരുന്ന വസ്തുവിന് മുകളിലൂടെ ഓട്ടോയുടെ ടയർ കയറുകയായിരുന്നു. വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന് ഡ്രൈവർ രാധാകൃഷ്ണൻ പറഞ്ഞു. കുട്ടികൾ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വില വർദ്ധിപ്പിച്ചു. 80 രൂപ വർദ്ധിച്ചതോടെ ലിറ്ററിന് 240 രൂപയായി. 160 രൂപയായിരുന്നു പഴയ വില. 2011 ശേഷം ആദ്യമായാണ് പാൽപ്പായസത്തിന്റെ വില തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വർദ്ധിപ്പിക്കുന്നത്. പാൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെയായിരുന്നു പാൽപ്പായസത്തിന്റെ വിലയും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. നിലവിൽ 250 ലിറ്റർ പാൽപ്പായസമാണ് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിരുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ ഇത് 350 ലിറ്റർ വരെയാകാനും ബോർഡ് അംഗീകാരം നൽകിയിരുന്നു. ഇഡിക്ക് മുന്നിൽ ഹാജരായ മുരാരി ബാബുവിന്റെ മൊഴി വിവരങ്ങൾ പുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴി വിവരങ്ങൾ പുറത്ത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തനിക്ക് യാതൊരുവിധ സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും അനധികൃതമായി 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എന്നുമാണ് ഇഡിക്ക് മുരാരി ബാബു മൊഴി നൽകിയത്. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട എന്ത് രേഖകളും ഹാജരാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരെ അറിയിച്ചു.